ഹലോ, മിർഷാദ് VC വ്ളോഗ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് ടെലികാസ്റ്റിൽ നടന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് ലൈവ് ടെലികാസ്റ്റിൽ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഓരോരോ വിളിപ്പേര് നൽകുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഒരു നല്ല വിളിപ്പേരും ഒരു മോശം വിളിപ്പേരും. ഇഷ്ടപ്പെട്ട ആൾക്കാരെ നല്ല വിളിപ്പേര്, അങ്ങനെ ഒരു വിളിപ്പേര് നൽകുന്ന ഓമനപ്പേര് എന്നൊരു ടാസ്ക്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അക്ബർ രേണു സുധിയെ ഒരു വിളിപ്പേരായി നൽകിയത് സെപ്റ്റി ടാങ്ക് എന്നായിരുന്നു. ഒരു വളരെ മോശമായൊരു പേരായി അത്. അതുപോലെ രേണു സുധി തിരിച്ചു നൽകിയത് വേട്ടപ്പട്ടി എന്നായിരുന്നു. അങ്ങനെ എല്ലാവർക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഓരോരോ പേരുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൽ കൂട്ടത്തിൽ ഏറ്റവും മോശമായൊരു പേര് വന്നത് രേണു സുധിക്ക് അക്ബർ നൽകിയ ആ പേര് തന്നെയായിരിക്കും, സെപ്റ്റി ടാങ്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഓരോരുത്തർക്കും ഓരോരോ പേര് നൽകിയത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമ്മളെ അനീഷ് വെറുപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് അനീഷ് ഫസ്റ്റ് എപ്പിസോഡിലെ അനീഷ് വെറുപ്പിച്ചുകൊണ്ടാണല്ലോ ഫസ്റ്റ് കയറിയ ആള് തന്നെ അടുത്തത് അനുമോള് വരുമ്പോ തന്നെ വെറുപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വെറുപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അനീഷിന്റെ ഇറിറ്റേഷന് വീട്ടിലുള്ള എല്ലാവർക്കും, അധികം ആളുകൾക്കും അതൊരു കണ്ടന്റായി മാറുന്നുണ്ട്. കാരണം വെറുപ്പിക്കാനുള്ള പരമാവധി അനീഷ് വെറുപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അതിനിങ്ങനെ എതിർത്ത് നിന്ന് അതിന് ഫൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രം മതി. അപ്പൊ അവർക്കൊരു കണ്ടന്റ് ഡെയിലി എന്നല്ല, ഒരു ദിവസം ഫുള്ളായിട്ട് അനീഷിന്റെ തന്നെ ഉണ്ട് ആ വീട്ടിലൊരു കണ്ടന്റ്. ലൈവ് കാണുന്ന ആളുകൾക്ക് അറിയാം. എപ്പിസോഡില് കുറെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. ലൈവില് നമുക്ക് കണ്ടറിയാം ആ വീട്ടില് കാര്യമായിട്ടും വെറുപ്പിക്കലായിട്ടും കണ്ടന്റായിട്ടും നടക്കുന്നത് ഈ അനീഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. അത് ഇന്നലത്തെ എപ്പിസോഡിലാണ് തോന്നുന്നത്. അപ്പൊ അനീശരത്ത് പറയുന്നുണ്ട്, ഇതൊരു 4 വർഷം മുമ്പ് കളിച്ചൊരു കളി അതേ പൂക്കി അടിച്ചിട്ട് വന്ന ആളാണ്. പറഞ്ഞ ആളുകളെ പണ്ടത്തെ ബിഗ് ബോസ് കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ 4 വർഷം മുമ്പത്തെ ആ ആളാരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതേ കോപ്പി അനുകരിച്ചു വരികയാണ് ഈ അനീഷ് എന്ന ആള്. അപ്പോ പരമാവധി വെറുപ്പിക്കണം. അപ്പൊ ആ ഈ വെറുപ്പിക്കൽ ഇപ്പോ തിരിച്ചും ഈ അനീഷ് വെറുപ്പിക്കുന്നതിന് അതുപോലെ വെറുപ്പിച്ച മറുപടികൾ നൽകാൻ വീട്ടിലെ കണ്ടസ്റ്റന്റ് ബാക്കിയുള്ള ആളുകളും അതേപോലെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തിരിച്ചും വെറുപ്പിച്ചുകൊണ്ട് ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഒരു ഇറിറ്റേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അനീഷിന്റെ വെറുപ്പിക്കല് അതിന് മറുപടി ആയിട്ട് ബാക്കിയുള്ളവർ കൊടുക്കുന്നത് അതൊരു വെറുപ്പിക്കല്. അപ്പൊ ഇത് ഫുള്ള് എപ്പിസോഡ് കംപ്ലീറ്റ് വെറുപ്പിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വെറുപ്പിക്കൽ കണ്ടന്റ് ഒന്ന് മാറ്റിപ്പിടിച്ച് വേറെ ഏതെങ്കിലും രീതിക്ക് മാറാനുള്ള സമയമായി തുടങ്ങിയിരിക്കണം. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആളുകൾക്ക് ഇതിങ്ങനെ ഒരു ഇതായിട്ട് പോകും. പിന്നെ അത് ഇറിറ്റേഷൻ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. ഒരു അനീഷ് വെറുപ്പിക്കാനായിട്ട് നിൽക്കുക, അതിനെ എതിർത്ത് ബാക്കിയുള്ള ആളുകൾ നിൽക്കുക, അതിന് പ്രശ്നങ്ങളായിട്ട് നിൽക്കുക, അത് മാത്രമായി മാറുകയാണ് ഇപ്പോൾ. അപ്പൊ കണ്ടന്റുകളൊന്നും മാറ്റി പിടിക്കാനായിട്ടുണ്ട്, അതൊന്നും മാറി വരണം. അതിൻ്റെ ഇടയിൽ ശൈത്യം അനീഷുമായിട്ടൊരു എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എന്താ ശൈത്യന്റെ ടവല് കാണാനില്ല, അതിന് എന്താ ചോദ്യം ചെയ്ത് അങ്ങോട്ട് എന്തൊക്കെയോ അവർ തമ്മിലൊരു പ്രശ്നം രാവിലെ അതിൻ്റെ ഇടയിൽ നടന്നു. അതേപോലെ മോർണിംഗ് ആക്ടിവിറ്റിന്റെ ടൈമിൽ ഷാനവാസ് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് വന്നത്. എന്തോ മരുന്നിന്റെ ടൈമിലോ അങ്ങനെ എന്തായിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ലൈറ്റ് ആയിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒക്കെയാണ് കുറച്ച് സമയം വൈകിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റിക്കൊക്കെ വരുന്നത്. അപ്പൊ അതിന് അനീഷിനെ എല്ലാവരും കയറി ചൊറിയുന്നുണ്ട്. ക്യാപ്റ്റൻ അതിലൊക്കെ ഉത്തരവാദിത്തമുണ്ട്, അത് പോയി നോക്കാനും ആളെ വിളിക്കാനൊക്കെ ക്യാപ്റ്റൻ ഉത്തരവാദിത്തമുണ്ട്. ഷാനവാസ് നേരം വൈകിയിലൊക്കെ ഉത്തരവാദി ക്യാപ്റ്റൻ ആണ് എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനെ കയറി എല്ലാവരും രാവിലെ തന്നെ ചൊറിയുന്നുണ്ട്. അത് അതിന്റെ ഒരു വഴിക്ക് അതിന് തിരിച്ച് അങ്ങോട്ടും മറുപടി കൊടുക്കുന്ന രാവിലെ ആകെ അതിന്റെ ഒരു ബഹളായിരുന്നു. അങ്ങനെ ഓമനപ്പേര് ടാസ്ക് അതിന്റെ കാര്യങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അനുവിനാണ്. അപ്പൊ അനുവിന് അത് വായിക്കാൻ കഴിയാഞ്ഞിട്ട് അനീഷ് മേടിച്ച് അനീഷ് വായിക്കുന്നു. അനീഷ് വായിക്കുന്ന സമയത്ത് നിവിനും അതുപോലെ നമ്മുടെ മുൻഷി രഞ്ജിത്തും ഞാൻ വായിക്കടോ, ഞങ്ങൾ വായിക്കടോ, നീ മാറടോ എന്നൊക്കെ പറഞ്ഞ് അതിനൊന്നും ഒരു കച്ചറയൊക്കെ കഴിയുന്നു. ലാസ്റ്റ് അനീഷ് തന്നെ വായിക്കുന്നു. അങ്ങനെ ടാസ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് ടാസ്ക് തുടങ്ങാൻ പോവാം. ഇത് അനീഷ് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചൊറിഞ്ഞ് കയറുമ്പോൾ അതേപോലെ വീട്ടുകാരും ചൊറിഞ്ഞ് കയറുകയാണ്. 2 ടീമും ഓവറായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത്. അനീഷോ ഓവറാണ്. അനീഷോ ഓവറായിട്ട് വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അതേപോലെ വെറുപ്പിച്ച് വീട്ടുകാർ തിരിച്ചും വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ
ഇപ്പൊ സത്യത്തില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് ഇപ്പൊ രണ്ട് ടീമും വെറുപ്പിക്കുന്നത്. അനീഷ് വെറുപ്പിക്കുന്നു, അതിന് തിരിച്ച് വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകളും വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഇതിപ്പോ ഒരു ഇറിറ്റേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവം. അപ്പോ ടാസ്കിൽ ആദ്യം പേര് വിളിക്കാൻ വരുന്നത് നമ്മളെ അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് ആദ്യം ആര്യനെ ഇഷ്ടപ്പെട്ട പേരാണ് പറയുന്നത് ചിരിക്കുടുക്ക. എന്ത് കണ്ടിട്ടാണ് ചിരിക്കുടുക്ക എന്ന് വിളിക്കുന്നത് അറിയില്ല, ചിരിക്കുടുക്ക. പിന്നെ അതുപോലെ അപ്പാനി ശരത്ത് അനീഷിനെ വിളിക്കുന്നുണ്ട്. അനീഷിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, മുള്ളൻ പന്നി. മുള്ളൻ പന്നി എന്നാണ് അനീഷിനെ വിളിക്കുന്ന പേര്. അതായത് ഒരു ദേഷ്യപ്പെട്ട പേരും ഒരു ഇഷ്ടപ്പെട്ട പേരും ഉണ്ടല്ലോ. അപ്പോൾ ഒരാളെ ചിരിക്കുടുക്കയും വിളിച്ചു, പിന്നെ അനീഷ് എന്ന് പറഞ്ഞ ആളെ, അതായത് നമ്മളെ ക്യാപ്റ്റനെ മുള്ളൻ പന്നി എന്നും വിളിച്ചു. നമ്മളെ മുൻഷി രഞ്ജിത്താണ് വരുന്നത്. മുൻഷി രഞ്ജിത്തിന് നമ്മളെ ആദില നൂറ, രണ്ടുപേരും ഒരു പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കുകയാണ് എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്ക് ഇട്ട പേരാണ് പൂമ്പാറ്റ. പിന്നെ അതുപോലെ റെന, അവരെയും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുൻഷി രഞ്ജിത്ത് പറഞ്ഞ രണ്ടാളുകൾ ആദില നൂറ, റെന, രണ്ടുപേരെയും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. റെനക്ക് ഇഷ്ടം ഒനിയൽ സാബുവിനെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ബിന്നി അനീഷിനെ വിളിക്കുന്നത് ചൊറിയൻ പുഴു എന്നാണ് അനീഷിനെ വിളിക്കുന്നത്. അതേപോലെ ബിന്നിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് സരികയാണ്. സരികനെ മാധുരി എന്നാണ് ബിന്നി വിളിക്കുന്നത്. പിന്നെ നമ്മളെ ആർ ജെ ബിൻസി നമ്മളെ അനീഷിനെ വിളിക്കുന്ന പേര് ഫേക്ക് കുട്ടൻ. അതായത് ഫേക്ക് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഫേക്ക് കുട്ടൻ എന്ന് വിളിക്കും. ഇഷ്ടപ്പെട്ട ആള് അനുമോളെ വിളിക്കുന്ന പേര് പാവക്കുട്ടി. അനുമോളെയാണ് ഇഷ്ടം എന്ന് പറയുന്നത്, പാവക്കുട്ടി. അതായത് ആർ ജെ ബിൻസിക്ക് ഇഷ്ടപ്പെട്ടത് അനുമോളെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇഷ്ടമില്ലാത്ത ആള് ഫേക്ക് കുട്ടൻ, അതായത് നമ്മളെ അനീഷ്, ക്യാപ്റ്റൻ അനീഷ്. അടുത്തത് നമ്മളെ നിവിൻ വരുന്നുണ്ട്. നിവിന് ഇഷ്ടമില്ലാത്ത ആളെന്ന് പറയുന്നത് നമ്മളെ അനീഷിനെ എന്താ വിളിക്കുന്നത്, വിറക്കുണ്ണിയോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അതുപോലെ ഇഷ്ടപ്പെട്ട ആള് അനുമോളാണെന്ന് പറയുന്നുണ്ട്. അനുമോളെ ക്യൂട്ടി ലിറ്റിൽ, അനുമോളെ ഇഷ്ടം പറയുന്നുണ്ട്. ക്യൂട്ടി ലിറ്റിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു പേര് പറഞ്ഞു. ഇതിന്റെ ഒക്കെ ഇടയിൽ നമ്മളെ ക്യാപ്റ്റൻ അനീഷ് ബിഗ് ബോസിനോട് ഒരു പരാതിയായിട്ട് വരുന്നുണ്ട്. ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ, ബിഗ് ബോസ് എനിക്ക് ഇത്രയും പേരുകളൊന്നും ഓർത്തു വെക്കാൻ കഴിയില്ല, എനിക്ക് എന്റെ ഓർമ്മയിൽ നിൽക്കൂല എന്നൊക്കെ പറഞ്ഞ പരാതി പറയുന്നു. ഇത് കേട്ട ഉടനെ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ പാടെ കൂടിയത് ഒന്നും മിണ്ടാതിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് അനീഷിന്റെ നേരെ തിരിയുന്നുണ്ട്. അനീഷ് ക്യാപ്റ്റൻ ആണെന്നുള്ളൊരു പരിഗണന ഒന്നും വീട്ടിലാരും കൊടുക്കുന്നില്ല. കാരണം ഈ വെറുപ്പിക്കലാണ് കാരണം. അത്രയും വെറുപ്പിക്കലാണുള്ള ആള്. ക്യാപ്റ്റൻ ആണ് എന്ത് പറഞ്ഞാലും അത്രയും വീട്ടിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ഒരാള് ഈ അനീഷാണ്. അപ്പൊ പിന്നെ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്യാപ്റ്റൻ ആണെന്നുള്ള പരിഗണന ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. അടുത്തത് നമ്മളെ റെന ഫാത്തിമ, കൂട്ടത്തിൽ ചെറുത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് ജിസലാണ്. ജിസലിനെ ചങ്ക് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ആള് എന്ന് പറയുന്നത് ഒനിയൽ സാബുവിനെ വിളിക്കുന്ന പേര് അടുക്കള വീരൻ. അടുത്തത് ആര്യൻ നമ്മളെ അപ്പാനി ശരത്തിനെയാണ് പറയുന്നത്. അപ്പാനി ശരത്തിനെ അപ്പുക്കുട്ടൻ അതാ അപ്പൂട്ടനോ അങ്ങനെ എന്തോ പേരാ വിളിച്ചത്. പിന്നെ അതേപോലെ രഞ്ജിത്തിനെയാണ് പറയുന്നത്. രഞ്ജിത്തിനെ ഇഷ്ടമില്ലാത്ത പേരായിട്ടാണ് വിളിക്കുന്നത് മുഷിനി എന്നാണ് നമ്മളെ മുൻഷി രഞ്ജിത്തിനെ വിളിക്കുന്നത്, ആര്യൻ. പിന്നെ നമ്മളെ ഒനിയൽ സാബുവിന് ഇഷ്ടപ്പെട്ട ആള് റെനയാണെന്ന് പറയുന്നുണ്ട്. റെനയെ വിളിക്കുന്ന പേര് എന്താണ്, സെറിലാക്ക്, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സെറിലാക്ക്. അതേപോലെ ഇഷ്ടമില്ലാത്ത ആള് അനീഷാണെന്ന് പറയുന്നുണ്ട്. അനീഷിനോട് അങ്ങോട്ട് എന്ത് പറഞ്ഞാലും കേൾക്കൂല, തിരിച്ചു പറയുന്നത് മാത്രം കേൾക്കണം. അപ്പോൾ അനീഷിനെ റേഡിയോ എന്ന് വിളിക്കുന്നുണ്ട്. അടുത്തത് അക്ബറിന് ഇഷ്ടപ്പെട്ട ഒരാള് നമ്മളെ ഒനിയൽ സാബു ആണെന്ന് പറയുന്നുണ്ട്. ഒനിയൽ സാബു ആണ് കൂട്ടത്തിലൊരു പെർഫെക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളെന്താ വിളിച്ചത്, പെർഫെക്റ്റ് തന്നെയാണ് തോന്നുന്നത് പേര് വിളിച്ചത് കേട്ടോ. അതേപോലെ ഇഷ്ടമില്ലാത്ത ആളെ പറയുന്ന പേരാണ് രേണുസുതി. പക്ഷെ രേണുസുതിനെ വിളിച്ച പേര് കുറച്ച് കൊടൂരമായി പോയി. സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത്.
അത് കുറച്ച് മോശമായിപ്പോയി. അക്ബർ വിളിച്ച ആ ഒരു പേര് സെപ്റ്റി ടാങ്ക് എന്നാണ് വിളിച്ചത്. ഓക്കെ. പിന്നെ നമ്മളെ ഷാനവാസിന് ഇഷ്ടം രഞ്ജിത്തിനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇഷ്ടമില്ലാത്തതാണോ ഇഷ്ടമുള്ളതാണോ എന്നറിയില്ല. ടുട്ടുമോൻ എന്നാണ് അക്ബറിനെ വിളിച്ചത്. ഇഷ്ടമില്ലാത്ത പേരാണ് തോന്നുന്നത്, പക്ഷെ ടുട്ടുമോനാണ് വിളിച്ച പേര്. പിന്നെ നമ്മളെ അഭിലാഷിന് ഇഷ്ടം ഒനിയൽ സാബുവിനെയാണ്. ഒനിയൽ സാബു മച്ചാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒനിയൽ സാബുവിനെ മച്ചാൻ എന്ന് വിളിക്കുന്നു. പിന്നെ അതേപോലെ നമ്മളെ രഞ്ജിത്തിനെയാണ് ഇഷ്ടമില്ലാത്തൊരു പേര് പറയുന്നത്. രഞ്ജിത്തിനെ ഇരുതല മൂരി എന്നാണ് നമ്മളെ അഭിലാഷ് വിളിക്കുന്നത്. അതുപോലെ ശൈത്യക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് സ്വാഭാവികമായിട്ടും നമ്മളെ അനീഷ്. രാവിലെ ഒരു തൂവാലക്കച്ചറൊക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പോ അനീഷിനെ പറയുന്നുണ്ട്. പക്ഷെ വിളിച്ച പേര് നല്ല പേരാണല്ലോ, ടിൻഡുമോനോ, അതെന്താ? പിന്നെ ഇഷ്ടപ്പെട്ട ആള് അനുമോളാണെന്ന് പറയുന്നുണ്ട്. അനുമോളെ പിങ്കി എന്ന് വിളിക്കാം എന്ന് പറയുന്നുണ്ട്. നമ്മളെ ശാരികക്ക് ഇഷ്ടം ആദില നൂറയാണെന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു ഇംഗ്ലീഷ് സിനിമന്റെ പേരാ പറഞ്ഞു, എന്താ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അതുപോലെ ഇഷ്ടമില്ലാത്ത ആള് നമ്മളെ അനീഷിനെ അട്ടർ വേസ്റ്റ് ആണ് ശാരിക വിളിച്ചിട്ടുള്ള പേര്. അടുത്തത് രേണുസുതിക്ക് ഇഷ്ടപ്പെട്ട ആള് എന്ന് പറയുന്നത് നമ്മളെ ആദില നൂറ. അവരെയാണ് ഇഷ്ടം. പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളാണ്, നല്ല കുട്ടികളാണ് എന്നൊക്കെ പറയുന്നത്. വേറെ ഇഷ്ടമില്ലാത്ത ആള് സ്വാഭാവികമായിട്ടും രേണുസുതിയെ ഒരു അത്രയും മോശപ്പെട്ട ഒരു പേര് പറഞ്ഞ ആള് തന്നെ ആയിരിക്കുമല്ലോ, അക്ബർ. അപ്പൊ അക്ബറിനെ പറഞ്ഞത് വേട്ടപ്പട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അക്ബർ എന്നൊരു മോശം പേര് പറഞ്ഞത് കൊണ്ടൊന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയേണ്ടത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ പറച്ചിൽ വരിക. അപ്പൊ അക്ബറിനെ വിളിക്കുന്നത് വേട്ടപ്പട്ടി, രേണുസുതി വിളിക്കുന്ന പേരാണ് വേട്ടപ്പട്ടി. അതേപോലെ നമ്മളെ സരികക്ക് ഇഷ്ടം രഞ്ജിത്തിനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇഷ്ടമില്ലാത്ത ആള് റെന ഫാത്തിമയാണെന്ന് പറയുന്നുണ്ട്. അതെന്തോ ഒരു പേര് പറഞ്ഞ പേരും മറന്നുപോയി, സോറി. അടുത്തത് അനുമോൾക്ക് ഇഷ്ടം നമ്മളെ നിവിൻ ചേട്ടനെയാണെന്ന് പറയുന്നുണ്ട്. നിവിൻ. അതേപോലെ ഇഷ്ടമില്ലാത്ത ആള് അക്ബറിനാണെന്ന് പറയുന്നുണ്ട്. അക്ബർ എന്ത് കാര്യം ഊതി വീർപ്പിച്ച് അത് വലിയൊരു പ്രശ്നമാക്കുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ട ആള് നെവിൻ, ഇഷ്ടമില്ലാത്ത ആള് അക്ബറിന്റെ പേരെന്താ പറഞ്ഞത്, ഊതി വീർപ്പിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞു, പേര് വിട്ടുപോയിട്ടോ, സോറി. പിന്നെ നമ്മളെ ജിസലിന് ഇഷ്ടപ്പെട്ട ആള് നമ്മുടെ ആര്യനാണ് ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നുണ്ട്. കൺമണി, ആര്യനിട്ട പേരാണ് കൺമണി. പിന്നെ ഇഷ്ടമില്ലാത്ത ആള് നമ്മളെ അപ്പാനി ശരത്തിനെയാണ് വെറുപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അപ്പാനി ശരത്തിനിട്ട പേര് റൗഡി. ഇത് ആദില നൂറക്ക് ഇഷ്ടം അപ്പാനി ശരത്തിനെയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇഷ്ടമില്ലാത്ത ആള് നമ്മളെ ക്യാപ്റ്റൻ അനീഷ് ടി എ വിളിച്ച പേര് ഷിറ്റ്, അപ്പി. അടുത്തത് നമ്മളെ ക്യാപ്റ്റൻ അനീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്ന് പറയുന്നത് റെന ഫാത്തിമാനെയാണ് പറയുന്നത്. റെന ഫാത്തിമ, ആ കുട്ടി എന്തെങ്കിലും ടാസ്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പിറകെ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ കാരണം പറഞ്ഞിട്ടാണ് റെന ഫാത്തിമാനെ പറഞ്ഞത്. അതുപോലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളെ പറഞ്ഞത് അനുമോളെയാണ് പറഞ്ഞത്. അത് പറയാൻ കാരണം എന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നമ്മളെ ജിസലിന്റെ എന്തോ ഒരു ബാത്റൂമിൽ നിന്ന് എന്തോ ഒരു ഡ്രസ്സ് കിട്ടിയതോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് സ്ത്രീകൾക്ക് എതിരെയുള്ള ഒരു വിഷയമായിട്ട് പോലും അതിനെതിരെ അനുമോൾ പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അതാണ് കാരണം പറഞ്ഞത് നമ്മളെ അനീഷ്. അപ്പോ ഏറ്റവും കൂടുതൽ ഓമനപ്പേരുകൾ കിട്ടിയത് നമ്മളെ അനീഷിനാണ്. അങ്ങനെ ഏറ്റവും നെഗറ്റീവ് ഓമനപ്പേര് കിട്ടിയ ആള് 8 പേരാണ് കിട്ടിയത് നമ്മളെ അനീഷിന്. പിന്നെ 3 പേരുകൾ വെച്ച് കിട്ടിയത് അനുമോൾക്കും ആദില നൂറക്കും. അപ്പോൾ നമ്മൾ അനീഷ് പറയാ, എനിക്ക് ഈ പേരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുള്ളംപന്നി എന്ന പേരാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിളിച്ചോ, അത് എനിക്ക് വിളിക്കുന്നതിൽ കുഴപ്പമില്ല. കൂട്ടത്തിൽ കുറച്ച് നല്ല പേര് നോക്കി സെലക്ട് ചെയ്തതാണ് ആള്. അങ്ങനെ ഈ ടാസ്ക് അവിടെ തീരുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ രേണുസുതി വീടിന്റെ അകത്തു കൂടെ ഇങ്ങനെ നടന്നിട്ട് പറയാണ്,
എനിക്കാണ് ഏറ്റവും മോശപ്പെട്ട പേര് കിട്ടിയത്. എന്നെ വിളിച്ച പേര് എനിക്ക് ഭയങ്കര വിഷമായി. എല്ലാവരും ലോകം മുഴുവൻ കാണുന്ന ഒരു പരിപാടിയല്ലേ, അതിലൊക്കെ എല്ലാവരും കാണൂലേ, എല്ലാവരും കേൾക്കൂലേ, എത്ര ഒരു മോശപ്പെട്ട പേരാണ് എന്നെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞത്. ഞാൻ കരയൊന്നുമില്ല, ഞാൻ സങ്കടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ശാരിക വന്ന് പറയാ, നീ ഇതിലും വലുതൊക്കെ ഒരുപാട് സഹിച്ചതല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ശാരിക സമാധാനിപ്പിക്കുക. അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ ലൈവിലുള്ള കുറച്ച് ഭാഗങ്ങൾ. അപ്പൊ ബാക്കിയൊക്കെ നമുക്കിന്ന് എപ്പിസോഡിൽ കാണാം. ഈ ലൈവിൽ വന്ന ഭാഗങ്ങളും എപ്പിസോഡിൽ ഏതൊക്കെ വരും എന്നറിയില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.